പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ടത് ലൈറ്റ് ആൻഡ് ഷാഡോ ആണ്. ഈ ലൈറ്റ് ആൻഡ് ഷാഡോ നല്ല രീതിയിൽ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഷെയ്ഡിംഗ് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റൂ. വെൽക്കം ബാക്ക്, ഐ ആം അഭിനവോദയ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഷെയ്ഡിങ്ങിനെ കുറിച്ചാണ്. എങ്ങനെയാണ് നല്ല രീതിയിൽ റിയലിസ്റ്റിക് ആയിട്ട് ഷെയ്ഡിങ് ചെയ്യുന്നത്? ഷെയ്ഡിങ് ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു 2-3 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് ഒബ്സർവേഷനാണ്. നമ്മളുടെ കയ്യിലിരിക്കുന്ന ഒബ്ജക്റ്റ് അല്ലെങ്കിൽ നമ്മളുടെ റെഫറൻസ് പിക്ചർ, ആ പിക്ചർ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുക. ഒബ്സർവ് ചെയ്യുക എന്ന് പറയുന്നത് ആ പിക്ചർ നല്ല രീതിയിൽ നോക്കി അതിൽ എവിടെ നിന്നാണ് പ്രകാശം വരുന്നത്, എവിടേക്കാണ് ലൈറ്റും ഷാഡോയും ഒക്കെ കാണുന്നത്, അതിൻ്റെ കളർ ഡെപ്ത് എത്രത്തോളം ഉണ്ട് എന്നൊക്കെയുള്ള കാര്യം നല്ല രീതിയിൽ ആദ്യം നോക്കി മനസ്സിലാക്കുക. അതിനുശേഷം വേണം നിങ്ങൾ ഷെയ്ഡിങ് ചെയ്ത് തുടങ്ങാൻ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഷെയ്ഡിങ് സ്കില്ലിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഒബ്സർവേഷൻ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കി കഴിയുമ്പോൾ തന്നെ അത്യാവശ്യം നിങ്ങളുടെ ഡ്രോയിങ് സ്റ്റൈലും മാറി തുടങ്ങും, ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഒബ്സർവേഷൻ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യുക. ഇനി അടുത്ത രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ലൈറ്റ് ആൻഡ് ഷാഡോ. ഇതാണ് ഡ്രോയിങ്ങിൻ്റെ മർമ്മം എന്ന് പറയുന്നത്. ലൈറ്റ് ആൻഡ് ഷാഡോ നല്ല രീതിയിൽ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് റിയലിസ്റ്റിക് ആയിട്ടൊക്കെ ഡ്രോയിങ് ചെയ്യാൻ പറ്റൂ. ലൈറ്റ് ആൻഡ് ഷാഡോ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഒന്ന് ചുരുക്കി പറയാം. ലൈറ്റ് ആൻഡ് ഷാഡോയെ കുറിച്ച് അടുത്തൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ലൈറ്റ് ആൻഡ് ഷാഡോ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റിൽ പ്രകാശം വന്ന് പതിക്കുന്ന സമയത്ത് ആ ഒബ്ജക്റ്റിൽ ചെറിയ കളർ വേരിയേഷൻസ് ഉണ്ടാകും. ആ വേരിയേഷൻസിനെയാണ് ലൈറ്റ് ആൻഡ് ഷാഡോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒബ്ജക്റ്റിൽ ഒരു 3 തരത്തിലായിരിക്കും അതിൻ്റെ കളർ വേരിയേഷൻസ് വരുന്നത്. ഒന്നെന്ന് പറയുന്നത് ഡാർക്ക് ടോൺ, രണ്ടെന്ന് പറയുന്നത് മിഡിൽ ടോൺ, മൂന്നാമത്തെന്ന് പറയുന്നത് ഹൈലൈറ്റ്. ഈ 3 വേരിയേഷൻസിലായിരിക്കും ആ ഒബ്ജക്റ്റിൽ കളർ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. നമ്മളുടെ ആ ഒരു ഒബ്സർവേഷൻ സ്കില്ലിൽ ഇത് ഏറ്റവും പ്രധാനമാണ്. അപ്പോൾ ലൈറ്റ് ആൻഡ് ഷാഡോ ഒന്ന് അറിഞ്ഞിരിക്കുക. ഞാൻ പറഞ്ഞു നമുക്ക് ലൈറ്റ് ആൻഡ് ഷാഡോയെ കുറിച്ച് നല്ല രീതിയിൽ ഡീറ്റെയിലിംഗ് ആയിട്ട് തന്നെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് പേപ്പർ. പലർക്കും ഒരു ധാരണയുണ്ട് അത്യാവശ്യം നല്ല വില കൂടിയ സാധനങ്ങൾ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമ്മളുടെ വർക്കും അത്രത്തോളം ബെറ്റർ ആവൂ എന്നൊക്കെ. ഒരിക്കലും അല്ല. അത്യാവശ്യം ചീപ്പ് റേറ്റുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ അതിനുവേണ്ടി നിങ്ങൾ കൊടുക്കേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഡെഡിക്കേഷൻ. നമ്മൾ എത്രത്തോളം ഒരു പടത്തിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആവുന്നു അത്രത്തോളം റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. അതല്ല പെട്ടെന്ന് കാട്ടിക്കൂട്ടി പോകാം എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ എത്രയൊക്കെ ശ്രമിച്ചാലും ഏതൊക്കെ പെൻസിൽ യൂസ് ചെയ്താലും നമ്മളുടെ റിസൾട്ട് പഴയതുപോലെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുക. ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് നല്ല ടൈം എടുത്ത് തന്നെ നിങ്ങൾ ഡ്രോയിങ് ചെയ്യുക. അഥവാ ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് ബോർ അടിക്കുന്നു എന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾ അവിടെ വരയ്ക്കാൻ നിൽക്കരുത്. പകരം ഒന്ന് ബ്രേക്ക് എടുക്കുക. വല്ല പാട്ട് കേൾക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെട്ടതിന് ശേഷം വീണ്ടും വരയ്ക്കണമെന്ന് തോന്നുന്ന സമയത്ത് മാത്രം എന്ത് ചെയ്യുക, വരയ്ക്കാൻ തുടങ്ങുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഡ്രോയിങ് ഫ്ലോപ്പ് ആവും, ഉറപ്പാണ്. പേപ്പറിൻ്റെ കാര്യം മാക്സിമം ഒരു 150 GSM കൂടിയ പേപ്പർ വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ. അതിന് കാരണം എന്ന് പറയുന്നത് നമ്മൾ ഷെയ്ഡിങ് ചെയ്യുന്ന സമയത്ത് ഒറ്റയടിക്കല്ല നമ്മൾ ഷെയ്ഡിങ് ചെയ്യുന്ന പോകുന്നത്. പകരം ലെയർ ബൈ ലെയർ ആയിട്ടാണ് ഷെയ്ഡിങ് ചെയ്യുന്നത്. അങ്ങനെ ലെയർ ബൈ ലെയർ ആയിട്ട് ഷെയ്ഡിങ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ വരയ്ക്കുന്ന പേപ്പറിനകത്ത് ആ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റില്ല. അഥവാ ചെയ്യാൻ പറ്റിയാൽ പോലും നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് മാക്സിമം ഒരു 150 GSM കൂടുതൽ എന്ന് പറഞ്ഞാൽ പേപ്പറിൻ്റെ തിക്നെസ്സിനെയാണ് GSM എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം തിക്നെസ് കൂടിയ കട്ടി കൂടിയ പേപ്പർ വേണം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട്. അടുത്തതെന്ന് പറയുന്നത് പെൻസിൽ. ഒരുപാട് പെൻസിൽ യൂസ് ചെയ്യുന്നതിലല്ല കാര്യം, അത് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നതിലാണ് കാര്യം. ഇതിന് മുമ്പ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ആർട്ട് ലൈൻ്റെ അതുപോലെ തന്നെ ഫേബർ കാസ്റ്റലിൻ്റെ ഒക്കെ ഈ കളർ പെൻസിൽ സെറ്റ് കിട്ടുമായിരുന്നു, ഷെയ്ഡിങ് പെൻസിൽ സെറ്റ്. അതിനകത്തൊരു 4-5 പെൻസിൽസ് ഉണ്ട്. 2B, 4B, 8B, 10B അങ്ങനെ പല റേഞ്ചിലുള്ള പെൻസിൽസ് ഉണ്ട്. അപ്പോൾ അത് വെച്ചായിരുന്നു ഞാൻ ആദ്യമൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് ഈ പെൻസിൽ മാറ്റി മാറ്റി ഉപയോഗിക്കാനുള്ള മടി കാരണം ആർട്ട് ലൈൻ്റെ തന്നെ അൾട്രാ ഡാർക്ക് എന്ന് പറയുന്ന ഈ ഒരു പെൻസിലാണ് ഞാനിപ്പോൾ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത്. കാരണം എനിക്ക് മുമ്പ് യൂസ് ചെയ്തിരുന്ന പെൻസിലിനെക്കാളും കുറച്ചും കൂടെ ബെറ്റർ റിസൾട്ട് കിട്ടി എന്ന് തോന്നുന്ന ഒരു പെൻസിലാണ് ഈ അൾട്രാ ഡാർക്ക് എന്ന് പറയുന്ന പെൻസിൽ. ഇതിപ്പം എൻ്റെ മാത്രം സജഷനാണ്. ഇപ്പം മറ്റുള്ള ആർട്ടിസ്റ്റുകൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പലർക്കും പല ചോയ്സുകളാണല്ലോ. എൻ്റെ പേഴ്സണലി എൻ്റെ ചോയ്സ് ഇത് തന്നെയാണ്. കാരണം അത്യാവശ്യം പറഞ്ഞല്ലോ നല്ല റിസൾട്ട് കിട്ടുന്നൊരു പെൻസിലാണ്. അതിൻ്റെ വർക്കാണ് നിങ്ങൾ ഈ കാണുന്നത്, അത് വെച്ചാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം നല്ല ഡാർക്ക് കളർ വേണ്ടടുത്ത് മാത്രമാണ് ഞാൻ ചാർക്കോൾ പൗഡർ യൂസ് ചെയ്യുന്നത്. ഈ 2 സാധനങ്ങളാണ് മെയിനായിട്ട് ഇപ്പോൾ ഞാൻ ഡ്രോയിങ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മളുടെ പെൻസിലും പിന്നെ ഇറേസർ, ഷാർപ്നർ ഇതൊക്കെയാണ് മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. വേറെ സാധനങ്ങളൊന്നും ഞാൻ അധികം യൂസ് ചെയ്യാറില്ല. നിങ്ങൾ തീർച്ചയായും ബിഗിനർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സിംഗിൾ പെൻസിൽ യൂസ് ചെയ്യേണ്ട. കാരണം സിംഗിൾ പെൻസിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് സിംഗിൾ പെൻസിൽ യൂസ് ചെയ്യാൻ പറ്റൂ. വേറൊന്നുമല്ല, വലിയ കാര്യങ്ങളൊന്നുമല്ല. കാരണം നമ്മൾ കൊടുക്കുന്ന പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഈ കളർ വേരിയേഷൻസ് വരുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരുപക്ഷെ ബിഗിനർ ആയതുകൊണ്ട് അത് കിട്ടണമെന്നില്ല. ഒരേ മെത്തേഡ് തന്നെ നിങ്ങൾ വരച്ചു പോകും. അതുകൊണ്ട് നിങ്ങൾ ബിഗിനർ ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇത് യൂസ് ചെയ്യാൻ ഞാൻ പറയില്ല. പകരം നിങ്ങൾ പെൻസിൽ സെറ്റ് തന്നെ യൂസ് ചെയ്തോളൂ. അവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ കൊടുക്കുന്ന പ്രഷറിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ആ പെൻസിലിൻ്റെ കളർ.
കാരണം ഒരുപാട് നമ്മൾ കുത്തിപ്പിടിച്ച് ഒരു കാരണവശാലും നമ്മൾ വരയ്ക്കാൻ നിൽക്കരുത്. ചില പിള്ളേരൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഒരുപാട് ഡാർക്ക്നെസ് കിട്ടാൻ വേണ്ടി പെൻസിലാലെ കുത്തിപ്പിടിച്ച് വരയ്ക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതൊരു ഗ്രാഫൈറ്റ് പെൻസിലാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഇത് നല്ല രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്യും. അത് ഞാൻ എൻ്റെ ഈ ഒരു വർക്കിനകത്ത് കാണാൻ പറ്റും. കാരണം ലൈറ്റ് അടിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ആ ഒരു ഫോട്ടോ എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്ന സമയത്തോ ആ ഒരു വർക്കിൻ്റെ പക്കാ റിസൾട്ട് ആയിരിക്കില്ല നമുക്ക് ക്യാമറയിൽ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോബ്ലം ഈ ഒരു ഗ്രാഫൈറ്റ് പെൻസിലിനുണ്ട്. പിന്നെ ഷെയ്ഡിങ്ങിന് ബ്ലെൻഡിങ്ങിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ടിഷ്യൂ പേപ്പറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. മെയിനായിട്ട് ഞാൻ ടിഷ്യൂ പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബ്ലെൻഡിങ് സ്റ്റമ്പും മേക്കപ്പ് ബ്രഷും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ മെയിനായിട്ട് ബ്ലെൻഡിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഞാൻ യൂസ് ചെയ്യുന്നത് ടിഷ്യൂ പേപ്പർ തന്നെയാണ്. എനിക്ക് വഴക്കമുള്ളത് ടിഷ്യൂ പേപ്പറാണ്. അപ്പം ഓരോരുത്തർക്കും ഓരോ ചോയ്സാണ്. അപ്പോൾ ടിഷ്യൂ പേപ്പർ ബ്ലെൻഡിങ്ങിനായിട്ട് ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യുമ്പോഴും നമ്മൾ കൊടുക്കുന്ന പ്രഷർ വളരെ ലൈറ്റായിട്ട് വേണം പ്രഷർ ചെയ്ത് വരയ്ക്കാനായിട്ട്. അത് ടിഷ്യൂ പേപ്പർ എന്നല്ല, ബ്ലെൻഡിങ് സ്റ്റമ്പ് ആണെങ്കിലും മേക്കപ്പ് ബ്രഷ് ആണെങ്കിൽ പോലും നമ്മൾ ഒരുപാട് കുത്തിപ്പിടിച്ച് ബ്ലെൻഡ് ചെയ്യാൻ നിൽക്കരുത്. വളരെ ലൈറ്റായിട്ട് സ്മൂത്തായിട്ട് വേണം ബ്ലെൻഡ് ചെയ്ത് പോകാനായിട്ട്. ഓക്കെ, ഷാഡോ നല്ല രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഡ്രോയിങ് ചെയ്യാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യം, ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഒരുപാട് തിയറി പഠിച്ചു എന്ന് പറയുന്നത് കൊണ്ട് ഒരു കാര്യമില്ല. കാരണം തിയറി പഠിച്ച് നിങ്ങളൊരു പുല്ലും ആവാൻ പോകുന്നില്ല. അതുകൊണ്ട് തിയറി പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. എത്രത്തോളം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം പ്രാക്ടീസ് ചെയ്യുക. ഓരോ ദിവസവും ഓരോ പടങ്ങൾ വെച്ച് നിങ്ങൾ വരച്ചുകൊണ്ടേ ഇരിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ സ്കില്ല് ഇമ്പ്രൂവ് ആവൂ. അല്ലാതെ നമ്മൾ ഓരോ വീഡിയോസ് കാണുന്നതനുസരിച്ച് ഓരോ പെൻസിൽ വാങ്ങിച്ച് ഓരോ പേപ്പേഴ്സ് വാങ്ങിച്ച് വെറുതെ കാശ് കളയത്തതേ ഉള്ളൂ. അതുകൊണ്ട് മാക്സിമം കിട്ടുന്ന അവസരങ്ങളിൽ വരച്ച് പ്രാക്ടീസ് ചെയ്യുക. ലൈറ്റ് ആൻഡ് ഷാഡോയെക്കുറിച്ച് നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതിനകത്ത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഒരു പിക്ചർ വെച്ച് തന്നെ ഞാൻ കാണിച്ചു തരാം. അപ്പം വീഡിയോ മിസ്സാക്കരുത്. അപ്പം ഡ്രോയിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനൊന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ. അതുപോലെ തന്നെ ഡ്രോയിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഡ്രോയിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞിരുന്നാൽ മതി. സെറ്റാക്കാം.